ഞാൻ അദ്ദേഹം അഭിനയിച്ച അവസാന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആർട്ട് അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിനിടയിൽ ക്യാമറ ഓഫായ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ചോദിച്ചു, സർ, ഈ തിരക്കഥ എഴുതുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒരുപാട് ലെക്ചറൊന്നും തന്നില്ല, കുറച്ച് പോയിന്റ്സ് മാത്രമാണ് എനിക്ക് പറഞ്ഞു തന്നത്. കഥയിലൊന്നും ഒരു കാര്യമില്ല, കഥാപാത്രത്തിലാണ് കാര്യമുള്ളത്. പ്ലോട്ട് ഗ്രേറ്റ് ആയിരിക്കാം, ട്വിസ്റ്റ് പവർഫുള്ളും ആയിരിക്കാം, പക്ഷെ നീ എഴുതണ കഥാപാത്രം അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സിനിമ മരിച്ചു കഴിഞ്ഞു. ഒരു ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് റൈറ്റർ ഡിസൈഡ് ചെയ്യരുത്. ആ റൈറ്റർ കഥാപാത്രമായിട്ട് അതിൻ്റെ ഒഴുക്കിൽ പോകണം. ഡയലോഗ് എഴുതുമ്പോൾ ഒരിക്കലും ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. റിയൽ ലൈഫിൽ ആളുകൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ ശ്രീനിവാസൻ എഴുതിയ സിനിമകൾ എടുത്ത് നോക്കിക്കോളൂ. വടക്ക് നോക്കിയ യന്ത്രം, സന്ദേശം, ചിന്താവിഷ്ടയായ ശ്യാമള, ഇതിലാരും വില്ലന്മാരുണ്ടാവില്ല. അവരവർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വില്ലൻ. ഇന്ന് ശ്രീനിവാസൻ എന്ന ലെജൻഡ് ഇല്ല. ഞാൻ തിരക്കഥ എഴുതുമ്പോൾ ശ്രീനിവാസൻ എന്ന ലെജൻഡിന്റെ സിനിമകൾ ഓർക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ സിനിമ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല. ഇത് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടോ ഒന്നുമല്ല, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.